കലിപ്പനി ചായന്റെ അഗ്രഹാരത്തിലെ കുട്ടി അവസാന ഭാഗം. അവൾ അരികിലായി വന്ന് കിടന്നു. ഡെനീസിന്റെ ചുണ്ടിലെ ഒരു കുസൃതി ചിരി മിന്നി. പിറ്റേ ദിവസം രാവിലെ പുതിയൊരു ദിവസത്തിന്റെ വെളിച്ച മുറിയിലേക്ക് പരക്കുമ്പോൾ ഗായത്രി മേലെ കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് താൻ കിടക്കുന്ന എവിടെയാണെന്നും തലേ ദിവസം നടന്ന കാര്യങ്ങൾ അവൾ ഓർത്തെടുത്ത് നോക്കുമ്പോൾ ഡെനീസ് അപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അവനെ വിളിച്ചുണർത്താൻ ഭയന്ന് ഗായത്രി അനങ്ങാൻ പോലും മടിച്ച് പതിയെ എഴുന്നേറ്റു. അവനെ ശല്യപ്പെടുത്താതെ പതുക്കെ ബെഡിൽ നിന്നിറങ്ങി അലമാര തുറന്ന് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ചിറങ്ങുമ്പോൾ അവൾ കേട്ടത് താഴെ നിന്ന് ആരോ വിളിക്കുന്ന ശബ്ദവും ബഹളങ്ങളും കേട്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ആശങ്ക തോന്നി. അമ്മയോ ജോണോ ആരെങ്കിലും ആവുമല്ലോ എന്ന് കരുതി അവൾ പതിയെ വാതിൽ തുറന്ന് താഴേക്ക് നടന്നു. പടിയിറങ്ങി താഴെത്തിയപ്പോഴാണ് എല്ലാവരും രാവിലത്തെ തിരക്കളിലാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവളെ കണ്ടതും അടുക്കളയിൽ ജോലികളിൽ വ്യാപൃതയായിരുന്ന ജോണിന്റെ അമ്മ വാത്സല്യത്തോടെ അരികിലേക്ക് വന്നു. മോളെ ഗായത്രി, എഴുന്നേറ്റോ? മോനെവിടെ? ഡെന്നീസ് എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ അവൾക്ക് സ്നേഹത്തോടെ ചായ നീട്ടി. ആ സ്നേഹവും കരുതലും കണ്ടപ്പോൾ ഗായത്രിയുടെ മനസ്സിലെ ഭയത്തിന്റെ ആ ചെറിയ നൂൽപ്പാലം കൂടി അഴിഞ്ഞു വീണു. പുഞ്ചിരിയോടെ അവൾ അമ്മയോട് സംസാരിച്ചു തുടങ്ങി. അതോടെ ആ വീട്ടിലെ അന്തരീക്ഷവുമായി പതുക്കെ പൊരുത്തപ്പെടാൻ അവൾക്ക് കഴിഞ്ഞു. വീട്ടിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം പോയതിനു ശേഷം അലൻ തന്റെ ഹോംവർക്ക് ചെയ്യാനായിരുന്നു. അപ്പോഴാണ് ഗായത്രി അലന്റെ അടുത്തേക്ക് വന്ന് അലൻ തന്റെ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇളമേ, ഈ പോർഷൻ ഒന്ന് വായിച്ചതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി തരുമോ? അലൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് ആ പുസ്തകത്തിൽ ഇംഗ്ലീഷ് വരികൾ കണ്ട് ഗായത്രി ആദ്യം ഒന്ന് പരിങ്ങി. 10ാം ക്ലാസ് വരെയാണ് അവൾ പഠിച്ചെങ്കിലും മലയാളം പോലെ ഇംഗ്ലീഷ് വായനയും അതിന് കൃത്യമായ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നൊന്നും അവൾക്കത്ര വശമില്ലായിരുന്നു. എങ്കിലും ആ ബുക്ക് വാങ്ങി അവളത് വായിച്ചെടുക്കാൻ ശ്രമിച്ചു. കുറച്ചൊക്കെ അവൾ വായിക്കുന്നുണ്ടെങ്കിലും ആ വാക്കുകളുടെ കറക്റ്റ് മീനിങ് എന്താണെന്ന് കൃത്യമായി പിടിയിട്ടാതെ അവൾ വിക്കിയാണത് പറഞ്ഞു കൊടുക്കാൻ നോക്കിയത്. അപ്പോഴാണ് ഡെന്നീസ് അവിടേക്ക് വന്ന് ഗായത്രി ഇംഗ്ലീഷ് വായനയിലും അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതിലും വിക്കി കേൾക്കുന്ന ബുദ്ധിമുട്ടുന്ന അവൻ കണ്ടു. അവൻ കുറച്ചേരം നിശബ്ദനായി അതൊക്കെ നോക്കിയിരുന്നു. പിന്നീട് അവൻ ഗായത്രിയോട് ഗൗരവത്തിൽ പറഞ്ഞു, ഗായത്രി, ഒന്നാം റൂമിലേക്ക് വന്നേ, എനിക്കൊരു സംസാരിക്കാനുണ്ട്. അവന്റെ വിളിയേട്ട് എന്ത് പറയുമെന്നറിയാതെ അവൾ ചെറിയൊരു ഭയത്തോടെയും അടിയോടെയും അവന്റെ പുറകെ റൂമിലേക്ക് കയറി പോന്നു. അവൻ കസേരയിൽ ഇരുന്നുകൊണ്ട് ഗായത്രിയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു, നീ സ്കൂളിൽ എത്ര വരെ പഠിച്ച്? അവന്റെ ആ ചോദ്യം കേട്ടതും ഗായത്രി തലതാഴ്ത്തി. എന്നിട്ട് ഇടറുന്ന സ്വരത്തിൽ പതിയെ മറുപടി പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച്. പിന്നെന്താ പഠനം നിർത്താൻ കാരണം? ഡെന്നീസ് ഗൗരവമിടാ വീണ് ചോദിച്ചു. അവൻ ചോദിച്ചതും ഗായത്രി തന്നെ പഴയ കാലത്തെക്കുറിച്ചും വീട്ടിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും പതുക്കെ പറഞ്ഞു തുടങ്ങി. അന്ന് വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പാട്ടിക്ക് പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ട ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ടൊക്കെയായിരുന്നു തുടർന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അവളുടെ ആ വാക്കുകളിലെ വിഷമവും ദയനീയതയും ഡെന്നീസ് മനസ്സിലാക്കി. അവളുടെ ആ അവസ്ഥയോട് അവന്റെ മനസ്സിൽ വല്ലാത്തൊരു അനുകമ്പ തോന്നി. അവൻ അവളുടെ അരികിലേക്ക് ചെന്ന് തന്റെ കൈകൾ അവളുടെ തോളിൽ വെച്ചു. ആ നിമിഷം അവൾ പതിയെ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. കറുത്ത കണ്ണുകളും കൃഷ്ണമണിയും കട്ടിയുള്ള മീശയും വെളുത്ത നിറവും അവന്റെ മുഖത്തിന്റെ സൗന്ദര്യത്തെ കൂടുതൽ എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. ആ മുഖത്തേക്ക് അവൾ കൗതുകത്തോടെയും ഒരു ചെറിയ പരിഭ്രമത്തോടെയും നോക്കി നിന്നുപോയി. അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. നിനക്ക് തുടർന്ന് പഠിക്കണമെന്നോ കോളേജിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള പിന്തുണ ഞാൻ തരും. നീ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അടുത്ത പ്രാവശ്യം പാലക്കാട്ടേക്ക് ബിസിനസ് ആവശ്യത്തിനായിട്ട് പോകുമ്പോൾ നിന്റെ വീട്ടിൽ കയറി നിന്റെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും മറ്റു ഡോക്യുമെന്റ്സ് എല്ലാം എങ്ങനെയും വാങ്ങി വരാം. തന്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് തുണയായി നിൽക്കുന്ന ഡെന്നീസിനെ കണ്ടപ്പോൾ ഗായത്രിയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ആളുടെ ആ പുഞ്ചിരിയിൽ നിന്ന് കണ്ണെടുക്കാതെ അവൻ കുറച്ചു നേരം അങ്ങനെ നിന്നു. പെട്ടെന്ന് എന്തോ പോലെ അവൻ വേഗം തലതാഴ്ത്തി അവിടുന്ന് പുറത്തേക്ക് പോയി. പാലായിലെ ആ വലിയ തറവാട്ട് വീട്ടിലെ അന്തരീക്ഷവുമായി ഗായത്രി പൂർണ്ണമായി ഇഴുകി ചേർന്നു. ആളുടെ പാട്ടിനും നൃത്തത്തിനും ആ വീട്ടിലെല്ലാവരും പ്രചോദനം നൽകി. ആ വീട്ടിലൊരംഗമായി തന്നെ അവൾ മാറിക്കഴിഞ്ഞു. അതിനുശേഷം ഡെന്നീസും ഗായത്രിയും പല പ്രാവശ്യം മുറിയിൽ വെച്ച് കണ്ടുമുട്ടിയെങ്കിലും പണ്ടത്തെ പോലെ പേടിച്ചു പറക്കുന്നതിന് പകരം ഇപ്പോൾ അവനെ കാണുമ്പോൾ ആളുടെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി പതിവായി തങ്ങി നിൽക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ദിവസം തനിക്ക് ബിസിനസ് ആവശ്യത്തിനായി പുറത്തു പോകേണ്ടതുണ്ടെന്നും 2 ദിവസം കഴിഞ്ഞേ വരുമെന്നും ഡെന്നീസ് വീട്ടുകാരോടും ഗായത്രിയോടും പറഞ്ഞു. അത് കേട്ട് അവൾ പതിയെ തലയാട്ടി സമ്മതിച്ചു. തുടർന്ന് അവൻ യാത്ര പറഞ്ഞവിടുന്ന് പുറപ്പെട്ടു. വീടിനുമ്പിൽ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് സുബ്രഹ്മണ്യനും ലക്ഷ്മിയും പെട്ടെന്ന് എന്ന് വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ഡെന്നീസിനെ കണ്ട് അവർ ഒരുപോലെ ഞെട്ടിപ്പോയി. മകളാകെ നിൽക്കേണ്ടി വന്നവർക്ക് ഉള്ളിൽ ഉറഞ്ഞ വേദനയും ക്ഷീണവും അവരുടെ മുഖത്ത് വ്യക്തമായി നിഴലിക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കി വളരെ ശാന്തമായി ഡെന്നീസ് ആവശ്യപ്പെട്ടു, ഗായത്രിയുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും മറ്റു ഡോക്യുമെന്റ്സ് ഒന്നും എടുത്തിരോ? അവൾക്ക് പഠനം തുടരാതെ ആവശ്യമാണ്. അത് കേട്ടത് അപ്പ പറഞ്ഞു, ലക്ഷ്മി, നീ അതങ്ങ് എടുത്തു കൊടുക്കുക. അപ്പയുടെ ആ വാക്കിൽ കേട്ടതും ലക്ഷ്മി വേഗത്തിൽ ചെന്ന് ഗായത്രിയുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും മറ്റു ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് ഡെന്നീസിന്റെ കയ്യിലേൽപ്പിച്ചു. അതിനിടയിൽ അവിടേക്ക് ഓടിയെത്തിയ ഹരി പതിയെ ഡെന്നീസിന്റെ അരികിലേക്ക് വന്നു. അവൻ കൗതുകത്തോടെ ചോദിച്ചു, അക്കാക്ക് സുഖാണോ?
അത് കേട്ട് ഡെന്നീസ് ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. അവനോട് സ്നേഹത്തോടെ പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നുണ്ട് മോനെ. അതുകൊണ്ട് ഹരിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എങ്കിലും എനിക്കൊരു ദിവസം എൻ്റെ അക്കയെന്ന് കാണിച്ചു തരുമോ? അവൻ്റെ ആ കൗതുകം കണ്ടുകൊണ്ട് ഡെന്നീസ് ചെറുചിരിയോടെ മറുപടി പറഞ്ഞു, പിന്നെന്ത്, തീർച്ചയായിട്ടും ഞാൻ ഒരു ദിവസം കാണിച്ചു തരാമല്ലോ. അത് ഈയുടെ സന്തോഷത്തോടെ തലയാട്ടി ഹരി അവിടുന്ന് മാറി. തുടർന്ന് ഡെന്നീസ് ആ ഡോക്യുമെന്റുകളെല്ലാം വാങ്ങി തിരികെ നടക്കാൻ ഒരുങ്ങി. കാറിലേക്ക് പോകും വഴി അവൻ പെട്ടെന്ന് തിരിഞ്ഞ് അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഗായത്രിയോടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അവൾക്കൊരു കുഴപ്പമില്ല. അവൾക്ക് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കും. അത് കേട്ട് ആ മാതാപിതാക്കളുടെ കണ്ണുകൾ നിറഞ്ഞു. അവരോട് യാത്ര പറഞ്ഞ് ആ ഡോക്യുമെന്റുകളുമായി അവൻ വേഗത്തിൽ തന്റെ കാറിലേക്ക് തിരികെ കയറി യാത്ര തിരിച്ചു. സുബ്രഹ്മണ്യനും ലക്ഷ്മിക്കും തങ്ങളുടെ മകൾ സുരക്ഷിതമായ കൈകളിലാണ് എത്തിയെന്ന് മനസ്സിലായി. ജാതിയോ മതമോ അല്ല, മനുഷ്യന്റെ മനസ്സാണ് നന്മയെന്ന് അവർ ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു. രാത്രി 10 മണിയോടെയാണ് ഡെന്നീസ് വീട്ടിലെത്തിയത്. ആ സമയത്തും അമ്മച്ചി അവനെ കണ്ടു സ്നേഹത്തോടെ ചോദിച്ചു, മോനെ, നീ വരുന്ന നേരത്തെ ഞാൻ കാത്തിരിക്കായിരുന്നു. നീ കഴിച്ചായിരുന്നോടാ? അത് ഏട് ചുറ്റിലുണ്ടായിരുന്നവർ അവിടേക്ക് വന്നു. എല്ലാവരുടെയും ഇടയിൽ നിൽക്കുന്ന ഡെന്നീസിനെ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും ഗായത്രി നോക്കിയിരുന്നു. അവൻ മറുപടിയായി ആളെ ഒരു നിമിഷം പതിയെ നോക്കി. അപ്പോഴേക്കും അമ്മച്ചി തുടർന്നു, ഞങ്ങളൊക്കെ നേരത്തെ കഴിച്ചു. നീ പോയി പെട്ടെന്ന് ഫ്രഷായി വാ. അമ്മച്ചി നിനക്ക് കഴിക്കെടുക്കുക. വേണ്ട അമ്മച്ചി, ഞാൻ പുറത്തുനിന്ന് കഴിച്ചാ. നല്ല യാത്രാക്ഷീണുണ്ട്, എനിക്കൊന്ന് കിടക്കണം എന്ന് ഡെന്നീസ് പറഞ്ഞു. അത് കേട്ട് അമ്മച്ചി പറഞ്ഞു, ശരി, മോൻ പോയി കിടന്നോ. മോളെ ഗായത്രി, നീ കൂടെ പോയിക്കോ. ആ രണ്ടുപേരും റൂമിലേക്ക് വന്നു. ഡെന്നീസ് നേരെ പോയി ഫ്രഷായി വന്ന് കട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവൻ ഗായത്രിയോട് പറഞ്ഞു, നീയും പോയി ഫ്രഷായിട്ട് വാ, നിനക്കൊരു സർപ്രൈസ് തരാം. അത് കേട്ട് കൗതുകത്തോടെ ഗായത്രി പെട്ടെന്ന് പോയി ഫ്രഷായി വന്നു. ആൾ വന്നു. ഡെന്നീസ് തന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റ്സ് എടുത്ത് അവളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അത്ഭുതത്തോടെ ആ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വാങ്ങി ഗായത്രി ഞെട്ടലോടെ ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ പോയിരുന്നോ? ആള് നിങ്ങളെന്ന് വിളിച്ചോ? ഡെന്നീസ് അത് തടഞ്ഞോട് ചോദിച്ചു. നീ എന്താ വിളിച്ചു? നിങ്ങളെന്നോ? എന്നിട്ട് ഗൗരവത്തോടെ പറഞ്ഞു, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. അത് കേട്ട് അന്തം വിട്ടുപോയി അവളെ നോക്കി അവൻ പറഞ്ഞു, നീ എന്നെ ഇച്ഛായെന്ന് വിളിക്കുക. നീ എന്നെ ഇച്ഛായെന്ന് വിളിച്ചാൽ മാത്രമേ ഞാൻ നിന്റെ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ പറയൂ. അത് കേട്ട് എന്ത് വിളിക്കണമെന്നറിയാതെ ഗായത്രി വല്ലാത്തൊരു പരിങ്ങിലായി. ആളൊന്ന് പരിങ്ങി. പിന്നെ പതുക്കെ പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു എന്താ വിളിക്കേണ്ടെന്ന്. ആരും പറഞ്ഞു തന്നില്ലല്ലോ. അതിന് ഡെന്നീസ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, അതിന് ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇനി വിളിക്കുക ഇച്ഛായാന്ന്. അവന് ആ നിർബന്ധത്തിന് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയോടെ അവൾ പതിയെ വിളിച്ചു, ഇച്ഛായ. അത് കേട്ടതും ഡെന്നീസിന്റെ ചുണ്ടുകളിൽ ഒരു കുസൃതി ചിരി വിടർന്നു. അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ആ ചിരിയേണ്ടതും നാണം കൊണ്ട് അവൾ പെട്ടെന്ന് തലകുനിച്ച് നിന്നുപോയി. അതുകൊണ്ട് കുറച്ചുകൂടി അടുത്ത് വന്ന് അവൻ ബാക്കി വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ അപ്പയും അമ്മയും അരിയൊക്കെ നേരിട്ടിട്ടാ വരുന്നത്. അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നുണ്ട്. നിന്റെ സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന അവരോട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴത്തെ നിന്റെ കടമ നന്നായിട്ട് പഠിക്കുക എന്ന് മാത്രമാണ്. ആദ്യം നമുക്ക് +2 ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാം. അതിനുശേഷം നീ കോളേജിലേക്ക് പോകും. നീ എന്താ പറയുന്നത്? അവൻ്റെ ആ വാക്കുകൾ കേട്ട് ഗായത്രി അത്ഭുതത്തോടും സന്തോഷത്തോടും കൂടി അവനെ തന്നെ നോക്കി നിന്നു. തനിക്ക് ആ ഇത്രയധികം കരുതലും സ്നേഹവും കാണിക്കുന്ന അവനെ കണ്ടപ്പോൾ ആൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഡെന്നീസ് പറഞ്ഞ പോലെ ഗായത്രിയുടെ പഠനം ആരംഭിച്ചു. ഡെന്നീസ് അവളുടെ പഠനകാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വീട്ടിലെല്ലാവർക്കും അതൊരു വലിയ സന്തോഷമായി തോന്നി. അവരെല്ലാവരും അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഗായത്രി +2 പഠനത്തിലേക്ക് കടന്നു. പുസ്തകവുമായി വിഷമിച്ചിരിക്കുന്ന അവരുടെ അരികിലേക്ക് ഡെന്നീസ് പതിയെ വന്നിരിക്കും. സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവനവളുടെ തൊട്ടടുത്തിരുന്ന് ഓരോന്നായി പറഞ്ഞു തരും. ആ സാമീപ്യം ആൾക്ക് വല്ലാത്തൊരു ആശ്വാസവും കരുത്തുമേകി. 6 മാസം കഴിഞ്ഞുള്ള പരീക്ഷയിൽ മികച്ച മാർക്കോടെ ഗായത്രി +2 പാസ്സായി. ആ വിജയം ആ വീട്ടിൽ വലിയൊരു സന്തോഷം നിറച്ചു. റൂമിൽ കട്ടിൽ കിടന്നിരുന്ന തുണികൾ ഓരോന്നായി എടുത്ത് അടുക്കി വെക്കുകയായിരുന്നു ഗായത്രി. ആ സമയത്ത് അവിടേക്ക് ഡോർ തുറന്നു വന്ന ഡെന്നീസ് അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, ഗായത്രി, തനിക്ക് കോളേജിൽ പോകണ്ടേ? ഇനി ഏത് കോഴ്സാ പഠിക്കണമെന്ന് ആലോചിച്ചു നീ? അത് കേട്ട് തുണി മടക്കം നിർത്തി അവൾ പതിയെ തലയുയർത്തി അവനെ നോക്കി. എന്നിട്ട് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു, അത് ഈച്ചാൻ്റെ ഇഷ്ടം പോലെ. ഈച്ചാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അത് കേട്ട് ഡെന്നീസ് ചെറുതായി കണ്ണുരുട്ടി ഗൗരവത്തോടെ പറഞ്ഞു, എന്റെ ഇഷ്ടമല്ലല്ലോ, താനല്ലേ പഠിക്കുന്നത്. തന്റെ ഇഷ്ടമല്ലേ തീരുമാനിക്കേണ്ടത്. അവനെ ആ വാക്കിൽ കേട്ടതും ഗായത്രിയുടെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞു. സങ്കടത്തോടെ അവൾ പതിയെ പറഞ്ഞു, സ്വന്തം വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാനോ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അത് കേട്ട് മനസ്സലിഞ്ഞ് ഡെന്നീസ് അവളുടെ അരികിലേക്ക് പതിയെ ചെന്നു. എന്നിട്ട് അവളുടെ കൈകളിൽ തൊട്ടുകൊണ്ട് ആശ്വാസത്തോടെ പറഞ്ഞു, പിന്നെന്താ, ഞാനില്ലടി നിന്റെ കൂടെ, നിന്റെ ഇച്ഛാനില്ലേ? അവന്റെ ആ വാക്കുകളും സ്പർശനവും പെട്ടെന്ന് ഗായത്രിയുടെ ഉള്ളിൽ എല്ലാ നിയന്ത്രണങ്ങളും തെറ്റിച്ചു. അവൾ പെട്ടെന്ന് മുന്നോട്ട് വന്ന് ഡെന്നീസിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഡെന്നീസ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അന്തം വിട്ട് കൈകൾ അനക്കാൻ പോലും ആവാതെ അങ്ങനെ നിന്നുപോയി.
ആ ഞെട്ടിൽ നിന്ന് അവൻ മുക്തനാവുന്നതിന് മുമ്പ് പെട്ടെന്ന് നാണവാദ്യം തോന്നി ഗായത്രി അവനിൽ നടന്നു മാറി. പിന്നെയൊന്നും നോക്കാതെ വേഗത്തിൽ ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് ഓടിപ്പോയി. ഗായത്രി പെട്ടെന്ന് ഡോർ തുറന്ന് ഓടിപ്പോയത് കണ്ട് ഡെനീസ് ഒരു നിമിഷം അന്തം വിട്ട് നിന്നുപോയി. ആ അമ്പരപ്പിൽ നിന്നും തലകുടഞ്ഞു മാറ്റിയ ശേഷം അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. തുടർന്ന് +2 മികച്ച വിജയം നേടിയ ഗായത്രിക്ക് ഡിഗ്രിക്ക് ഏത് കോഴ്സ് എടുക്കണമെന്ന് അവർ ആലോചിച്ചു. ഭാവിയിൽ MBA മറ്റു ബിസിനസ് കോഴ്സുകളോ ചെയ്യുന്ന ലക്ഷ്യത്തോടെ അതിനനുയോജ്യമായ ഒരു നല്ല ഡിഗ്രി കോഴ്സ് തന്നെ അവൻ തെരഞ്ഞെടുത്ത് നൽകി. തനിക്കായി ഇത്രയധികം കരുതൽ കാണിക്കുന്ന ഡെന്നീസിനെ ഗായത്രി സ്നേഹത്തോടെ നോക്കി നിന്നു. വലിയമ്മച്ചിയും ആലീസും അമ്മച്ചിയും എല്ലാം കൂടി സ്വീകരണമുള്ളിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഗായത്രി അവിടേക്ക് വന്നത്. ആൾ പതിയെ പടിയിറങ്ങി വന്ന് അമ്മച്ചിയോട് കാര്യം പറഞ്ഞു. അമ്മച്ചി, എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. അത് കേട്ട് അടുത്തിരുന്ന ആലീസ് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്തിനാ അമ്മച്ചിയോട് ചോദിച്ചു നിൽക്കുന്നത്? പോയി ഡെന്നിച്ചാനോട് ചോദിക്കുക വെച്ചേ, ആ സമ്മതിക്കാണ്ടിരിക്കില്ല. അത് കേട്ട് ഗായത്രി കുറച്ച് ഭയത്തോടെയും പരിങ്ങലോടെയും അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചി, ഇച്ചായൻ സമ്മതിക്കുമെന്ന് എനിക്ക് പേടിയാ. അത് കേട്ട് അമ്മച്ചി വാത്സല്യത്തോടെ അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമ്മതിക്കാണ്ടിരിക്കില്ല മോളെ, നീ പേടിക്കാതെ പോയി അവനോട് ചോദിക്കേ. അത് കേട്ട് ആലീസ് ഒരു കള്ളച്ചിരിയോടെ ഗായത്രിയുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. എടി, നീ എന്താ ഇപ്പൊ അവനെ വിളിച്ച്? ഇച്ചായെന്നോ? ആളങ്ങനെ വിളിക്കുന്ന കേട്ട് ആലീസും അമ്മച്ചിയും വലിയമ്മച്ചിയും എല്ലാം പരസ്പരം നോക്കിയും ചെറുതായി ചിരിച്ചു. ആൾ ഇതുവരെ ഡെന്നീസിനെ ബെഡ്റൂമിൽ വെച്ച് മാത്രമേ ഇച്ചായനെന്ന് വിളിച്ചിട്ടുള്ളൂ. മറ്റുള്ള റൂമിൽ വെച്ച് അങ്ങനെ വിളിക്കുന്നത് അപൂർവമായിരുന്നു. അതോർത്ത് നാണം കൊണ്ട് മുഖം ചുവന്ന് ചെറുചിരിയോടെ ഗായത്രി പറഞ്ഞു. അത് എന്നോട് ഇനി അങ്ങനെ വിളിച്ചാൽ മതി എന്ന് ഇച്ചായൻ പറഞ്ഞ്, വേറൊന്നും വിളിക്കണ്ടാന്ന്. അത് കേട്ടത് ആലീസ് തമാശയോടെയും സ്നേഹത്തോടെ അവളുടെ കവിളിൽ തട്ടി പറഞ്ഞു. മതി മതി, ഇനി ഇവിടെ നിന്ന് നാണിച്ച് അമ്മണ്ട, വേഗം പോയി അവനോട് കാര്യം പറയുവണ്ണേ. വലിയമ്മച്ചിയോടും മറ്റും സംസാരിച്ച അനുവാദം വാങ്ങി ഗായത്രി നേരെ റൂമിലേക്ക് വന്നു. ആ സമയത്ത് ഡെനീസ് ലാപ്ടോപ്പിൽ നിന്നോ കാര്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾ പതിയെ അരികിലേക്ക് ചെന്ന് പരിങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇച്ചായ, എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ ഡെന്നീസ് ചോദിച്ചു. എന്നാ ഗായത്രി, എന്നാ നിനക്ക് പറയാനുള്ളത്? ആൾ പതിയെ പറഞ്ഞു. അത് എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. ഇവിടെ വന്നിട്ട് ഇതുവരെ ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. ഇച്ചായനെ ഒന്ന് കൊണ്ടുപോവോ? അത് കേട്ട് ഡെനീസ് ലാപ്ടോപ്പ് ഒന്ന് മാറ്റി വെച്ച് നിവർന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു. ഇതിനു മുന്നേ ഗായത്രി എന്നോട് അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഗായത്രി വിശ്വാസം എല്ലാവരെയും ഒന്നായിരിക്കണമെന്നില്ല. ഞാൻ എൻ്റെ മതത്തെ വിശ്വസിക്കുന്നു, താൻ തന്നെ മതത്തെ വിശ്വസിക്കുന്നു, അത്രയുള്ള കാര്യം. ഞാൻ കൊണ്ടുപോവാ. ഞാൻ ഓൾറെഡി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത്. നീ പോയി വേഗം ഡ്രസ്സ് മാറ്റുക. പിന്നെ ഞാൻ അമ്പലത്തിൽ കയറുന്നില്ലെങ്കിലും നീ ഞാൻ അവിടെ കൊണ്ടുവന്നിടാം. അത് കേട്ട സന്തോഷത്തിൽ ഗായത്രി ചിരിച്ചുകൊണ്ടുപോയി അലമാര തുറന്ന് ഒരു ജോഡി ഡ്രസ്സുമായി വാഷ്റൂമിലേക്ക് പോയി. കുളിച്ച് ഈറനോടെ തലമുടിയൊക്കെ തോർത്തി കെട്ടിവെച്ച പച്ചയും മെറൂണും നിറത്തിലുള്ള ധാവണി കൊടുത്ത് ഗായത്രി റെഡിയായി വന്ന് കണ്ട ഡെന്നീസ് അന്തം വിട്ട് ഒരിടത്ത് അങ്ങനെ നിന്നുപോയി. അവളുടെ ആ രൂപത്തിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാതെ അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവനടുത്തേക്ക് വരുന്ന കണ്ട് ഗായത്രി പതിയെ പുറകിലേക്ക് നടന്നു. ഒടുവിൽ മുറിയിലെ ചുമലിൽ തട്ടി ആളവിടെ നിന്നുപോയി. ആളുടെ തൊട്ടടുത്തേക്ക് എത്തിയ ഡെന്നീസ് പതിയെ തന്റെ വിരൽ തുമ്പയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിലേക്ക് നീട്ടി. അതിൽ തൊട്ടുകൊണ്ടാവൻ പതുക്കെ പറഞ്ഞു. ഈ കിടക്കുന്ന കുരിശുമാല എന്റെ ആട്ടോ. ഇത്ര വർഷമായിട്ട് നീ അതൊന്നും എനിക്ക് തിരികെ തന്നിട്ടില്ലല്ലോ. ഇതെന്റെയാ, ഞാൻ തരില്ല. ആൾ ചൊടിയോടെ മറുപടി പറഞ്ഞു. ഇതെനിക്ക് വേണം. അവന്റെ വിരലുകൾ വീണ്ടും അവളുടെ മുഖത്തിലൂടെ കുസൃതി കാണിച്ചു. ഗായത്രി, ഇത് ഞാൻ എടുക്കട്ടെ? കുസൃതി ചിരിയാലെ ഡെന്നീസ് അവളോട് ചോദിച്ചു. അവന്റെ വിരലുകൾ മുഖത്തോടും കഴുത്തോടും അടുത്തെത്തിയപ്പോൾ നാണം കൊണ്ടും ഒരു ചെറിയ വിറയൽ കൊണ്ടും ഗായത്രി മുഖം പതുക്കെ വെട്ടിമാറ്റി. എന്നിട്ട് തോർത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ അരികിലൂടെ പെട്ടെന്ന് വഴുതി മാറി മുന്നോട്ട് നടന്നുപോയി. അവളുടെ ആ നാണം കണ്ടുകൊണ്ട് ഡെന്നീസ് ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നു. പിന്നീട് രണ്ടുപേരും ചേർന്ന് താഴേക്ക് വന്നു. വലിയമ്മച്ചിയോട് അമ്മച്ചിയോട് ആലീസിനോടെല്ലാം യാത്ര പറഞ്ഞ് അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അമ്പലത്തിൽ തൊഴുതിറങ്ങി വന്ന ഗായത്രി കാറിൽ ചാരി തന്നെയും നോക്കി നിൽക്കുന്ന ഡെന്നീസിന്റെ അടുത്തേക്ക് ചെന്ന് പ്രസാദം നീട്ടി. അതുകൊണ്ട് ഡെന്നീസ് ചെറുചിരിയോടെ ചോദിച്ചു. ഗായത്രി, ഞാനിതൊന്നും തൊടാറില്ലെന്ന് എനിക്കറിയില്ലേ? അതല്ലേ ചായ, എനിക്കറിയാം. പക്ഷെ അമ്മ പറയാറുണ്ട് വിവാഹം കഴിഞ്ഞ കുട്ടികളെ സീമന്തിലേക്ക് ഒഴിച്ചിടാൻ പാടില്ലെന്ന്. ഇത്രയും വർഷമായിട്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടില്ല അമ്പലത്തിൽ വന്ന്. അപ്പം എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാ. ഇതിലെ സിന്ദൂരം എൻ്റെ സീമന്തിരേഖയിലൊന്ന് തൊട്ട് തരുമോ? അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഡെനീസിന് വലിയ ആശ്ചര്യം തോന്നി. ഇതുവരെ തന്നെ അവൾ മനസ്സുകൊണ്ട് പൂർണ്ണമായി ഭർത്താവായി അംഗീകരിച്ചിട്ടില്ലായിരുന്നു എന്ന ചിന്ത മാറി. അവൾ തന്നെ സ്വന്തം ഭർത്താവായി പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അവനിൽ പറഞ്ഞറിയിക്കാനാവാത്ത വലിയൊരു സന്തോഷമാണ് ഉണ്ടാക്കിയത്. ആ നിമിഷം ഒട്ടും വൈകാതെ അവൻ തന്റെ വലത് കൈ കൊണ്ട് അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ആ സിന്ദൂരം അവളുടെ സീമന്തരേഖയിൽ ഭംഗിയായി തൊട്ടുകൊടുത്തു. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കെ ആ ചെറിയ നിമിഷത്തിലെ സ്നേഹവും കരുതലും പങ്കുവെച്ചുകൊണ്ട് ആ രണ്ടുപേരും ചേർന്ന് കാറിൽ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു.
മാസങ്ങളും വർഷങ്ങളും അങ്ങനെ വേഗത്തിൽ കടന്നുപോയി. പണ്ടത്തെ ആ പേടിയും മടിയൊക്കെ മാറി. ഇപ്പൊ കളിച്ചും ചിരിച്ചും കൊച്ചു കുറുമ്പുകളുമായി ആ വീട് മുഴുവൻ സജീവമായി നടക്കുകയാണ് ഗായത്രി. ഒപ്പം ആലുവിനും അവളും കൂടി ചേർന്ന് ആ വീട് ആഘോഷങ്ങളുടെയും ബഹളങ്ങളുടെയും കേന്ദ്രമാക്കി മാറ്റി. അപ്പോഴേക്കും ഗായത്രി തന്റെ MBA പഠനം പൂർത്തിയാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. എങ്കിലും അതുവരെ പൂർണ്ണ രീതിയിൽ ഭാര്യയും ഭർത്താവുമായി അവർ ജീവിച്ചു തുടങ്ങിയിരുന്നില്ല. അവളുടെ പഠനം പൂർത്തിയാവട്ടെ എന്നായിരുന്നു ഡെനീസിന്റെ നിർബന്ധം. ഒടുവിൽ കഠിനാധ്വാനം കൊണ്ട് പഠിച്ച ആ MBA പരീക്ഷ അവൾ ആദ്യ ശ്രമത്തിൽ തന്നെ മികച്ച വിജയം നേടി പാസ്സായി. ആ സന്തോഷ വാർത്തയറിഞ്ഞ് ആ വീട് വീണ്ടും ആഘോഷങ്ങളുടെയും അതിയായ സന്തോഷത്തിന്റെയും നിറവിലായി. എല്ലാ ആഘോഷങ്ങളും തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീടെല്ലാം ശാന്തമായപ്പോൾ ഡെനീസ് റൂമിലേക്ക് കയറി വന്നു. റൂമിൽ അവളെ കാണാത്തോണ്ട് അവൻ കണ്ണോടിച്ചപ്പോൾ പുറത്തെ ബാൽക്കണിയിൽ നിലാവ് പരന്ന രാത്രിയിലേക്ക് നോക്കി നിൽക്കുന്ന ഗായത്രിയാണ് അവൻ കണ്ടത്. അവൻ വേഗത്തിൽ പോയി ഫ്രഷായി വസ്ത്രം മാറി വന്നു. നിശബ്ദമായ ആ രാത്രിയുടെ കുളിരിൽ ബാൽക്കണിയിലെ കൈവരിൽ പിടിച്ചു നിൽക്കുകയായിരുന്ന ഗായത്രിയുടെ അരികിലേക്ക് അവൻ പതുക്കെ നടന്നു ചെന്നു. അവൾ അറിയുന്നതിന് മുമ്പ് അവളുടെ പുറകിൽ ഉടച്ചെന്ന് തന്റെ കൈകൾ കൊണ്ട് അവൻ അവളെ സ്നേഹത്തോടെ വരിഞ്ഞു മുറുക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പെട്ടെന്നുള്ള ആ സ്പർശനത്തിൽ ചെറുതായി ഒന്ന് ഞെട്ടിയെങ്കിലും അത് ഡെനീസാണെന്ന് മനസ്സിലായപ്പോൾ ഗായത്രിയുടെ ചുണ്ടിലൊരു നാണത്താൽ വിരിഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. അവനവളുടെ കാതോരം ചേർന്ന് മെല്ലെ എന്തോ ചോദിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവളുടെ കാതോരം ചേർന്ന് ഡെനീസ് പതുക്കെ പറഞ്ഞു, ഐ വാണ്ട് യു ഗായത്രി, ഐ നീഡ് യു. വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരുന്നതാ ഗായത്രി, നിന്നെ പൂർണ്ണമായി എന്റെ സ്വന്തമാക്കാൻ. ആ വാക്കുകളിലെ പ്രണയവും ആഴവും അവളുടെ ഉള്ളുറപ്പിച്ചു. പെട്ടെന്ന് അവൾ തിരിഞ്ഞവന്റെ മാറിൽ ചാരി നിന്നു. അവളുടെ ആ ഭാവം കണ്ട് ഡെനീസ് തന്റെ കൈകൾ കൊണ്ട് അവളെ കോരിയെടുത്ത് ബെഡിനടുത്തേക്ക് നടന്നു. മേലെ അവളെ ബെഡിലിരുത്തി അവനവളുടെ അരികിലേക്ക് കുനിഞ്ഞു. അവളുടെ വിറയാർന്ന ചുണ്ടുകൾ തന്റെ ചുണ്ടിലേക്ക് അമർത്തി അവൻ ആ പ്രണയം മുഴുവൻ അവൾക്ക് പകർന്നു നൽകി. അവളുടെ കവിളുകളിലും കഴുത്തിലുമെല്ലാം തന്റെ ചുണ്ടുകൾ കൊണ്ട് സ്നേഹം ചാർത്തിയ ശേഷം അവനവളൊന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്റെ കണ്ണുകളിലേക്ക് നോയിക്കൊണ്ടെന്ന് അവളോട് അവൻ സ്നേഹത്തോടെ ചോദിച്ചു, എന്റെ ഗായത്രിക്ക് എന്നെ പൂർണ്ണമായി സ്വന്തമായി സ്വീകരിക്കാൻ ഇനി മനസ്സിൽ ചെറിയൊരു മടിയെങ്കിലും ബാക്കിയുണ്ടോ? അത് കേട്ട് നാണത്താൽ കവിളുകൾ ചുമന്നുകൊണ്ട് അവൾ അവനെ നെഞ്ചിൽ കൈകൾ ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോയിക്കൊണ്ട് അവൾ സ്വപ്നതുല്യമായ ശബ്ദത്തിൽ മൊഴിഞ്ഞു, ഇല്ല ഇച്ചായ, ഇത്ര നാളും എൻ്റെ മനസ്സിൽ ഇച്ചായനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ ജീവിതം പൂർണ്ണമായിട്ട് ഇച്ചായൻ്റെതാ. എന്ന് ഇച്ചായൻ്റെ സ്വന്തമായിട്ട് ഈ നെഞ്ചോട് ചേർന്നിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ ആ വാക്കുകൾ കേട്ടതും ഡെനീസിന്റെ ഉള്ളിലെ പ്രണയാണ് പൊട്ടിയൊഴുകി. അവൻ അവളെ തന്നിലേക്ക് പൂർണ്ണമായി ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് കിടന്നു. അവളുടെ അരികിലായി അവനും കിടന്നു. തിരിഞ്ഞു കിടന്ന് അവൻ അവളുടെ ആദരങ്ങളെ വീണ്ടും സ്വന്തമാക്കി. ആ ചുംബനത്തിന്റെ ചൂടിൽ നിന്ന് പതിയെ അവളുടെ കഴുത്തിലേക്കും പിന്നീട് അവളുടെ മാറിലേക്കും അവന്റെ കൈകൾ ആർദ്രമായി തഴുകിയിറങ്ങി. പരസ്പരം കെട്ടിപ്പുണർന്ന് എല്ലാ അർത്ഥത്തിലും അവർ എന്നേക്കുമായി ഒന്നായി ആ രാത്രിയുടെ പ്രണയതീരത്ത് അലിഞ്ഞു ചേർന്നു. ഇളമയിൽ പരന്ന പ്രഭാതത്തിൽ ഡെനീസ് അവളെ മെല്ലെ തട്ടി വിളിച്ചു. കണ്ണുതുറന്ന ഗായത്രി താൻ പുതപ്പിനുള്ളിലാണെന്ന് കണ്ട് കവിളുകൾ ചുവന്ന നാണത്തോടെ മുഖം പൊത്തി. അവളുടെ ആ കുസൃതി നിറഞ്ഞ നാണം കണ്ട ഡെന്നീസ് മനസ്സറിഞ്ഞ് ചിരിച്ചു. അവൾ പെട്ടെന്ന് പുതപ്പ് വാരിച്ചുറ്റി ഒറ്റയോട്ടത്തിന് ബാത്റൂമിലേക്ക് കയറി. വേഗം കുളിച്ചെറും ഗായത്രി, നമുക്കിടം വരെ പോകാനുണ്ട്, അവൻ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. ബാത്റൂമിന്റെ വാതിലൂടെ അവൾ ചോദിച്ചു, ഈ രാവിലെ നമ്മൾ എങ്ങോട്ട് ഇച്ചായ, ഒന്ന് പറ. അതൊക്കെ വഴിയാ പറയാം, 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തും. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞോളാം, നീ വേറെ റെഡിയാവും, ഡെന്നീസ് ചിരിയോടെ പറഞ്ഞു. യാത്രയിലൂടെ നിങ്ങളെ ക്ഷീണം കൊണ്ട് ഗായത്രി കാറിൽ കിടന്ന് ഉറങ്ങിപ്പോയി. പാലക്കാട് വീണ്ടുമ്പിൽ വണ്ടി നിർത്തി നീട്ടിയൊരു ഹോൺ അടിച്ചപ്പോഴാണ് അവൾ ഞെട്ടി ഉണർന്നത്. മുന്നിൽ തന്റെ സ്വന്തം വീട് കണ്ട് അമ്പരപ്പോടെ അവൾ ഡെന്നീസിനെ നോക്കി ചോദിച്ചു, ഇച്ചായ നമ്മൾ ഇവിടേക്കാണ് വന്നത്? അവൻ മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ആംഗ്യം കാണിച്ചു. ഗായത്രി കാറിന്റെ ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ വലിയ കാറിന്റെ ഹോൺ ശബ്ദം കേട്ട് അഗ്രഹാരത്തിൽ അവരുടെ വീടിന്റെ ഉമ്മറത്തേക്ക് അപ്പയും അമ്മയും അനിയൻ ഹരി ഇറങ്ങി വന്നു. ചുരിദാറണിഞ്ഞ് സീമന്തരേഖയിൽ സിന്ദൂരത്തോടെ പക്വതയുള്ള ഒരു കുടുംബിനിയായി നിൽക്കുന്ന തങ്ങളുടെ മകളെ കണ്ട് അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. അഗ്രഹാരത്തിന്റെ ആചാരങ്ങളും പരിമിതികളും കാരണം അടുത്തുനിന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെയും നിർവൃതിയോടെയും കൂടി അവർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം പാട്ടിയും തന്റെ കൊച്ചുമോളെ ഇത്രയും വർഷങ്ങൾക്കപ്പുറം ഇത്രയും സന്തോഷത്തോടെ കണ്ടതിൽ അവരുടെ മനസ്സും സന്തോഷത്താൽ നിർവൃതി അടഞ്ഞു. പിന്നീട് അനിയൻ ഹരി സന്തോഷം അടക്കാനാവാതെ അരികിലേക്ക് ഓടി വന്ന് അക്ക എന്ന് വിളിച്ച് സംസാരിച്ചു തുടങ്ങി. പിന്നീട് അവർ ഡെന്നീസ് വാങ്ങിയിട്ടിരുന്ന പഴയ തറവാടിൽ താമസിച്ച ആ 2 ദിവസങ്ങളിൽ ആചാരങ്ങളുടെ വിലക്കുകൾക്കിടയിലും അവർ ദൂരെ നിന്നുള്ള കാഴ്ചകളിലൂടെയും ചെറിയ വാക്കുകളിലൂടെയും വിശേഷങ്ങൾ പങ്കുവച്ചു. ആ രാത്രികളിൽ ആ മുറിയിൽ പരസ്പരം പ്രണയത്തിന്റെ മാന്ത്രികതയിൽ അവർ വീണ്ടും ഒന്നായി. ആ സ്നേഹത്തിന്റെ തീവ്രതയിൽ അവർ പരസ്പരം അലിഞ്ഞു ചേർന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ മടങ്ങിയാണെന്ന് പറഞ്ഞ് അപ്പയുടെ അമ്മയുടെ യാത്ര ചോദിച്ച് ആ സ്നേഹത്തിന്റെ ഓർമ്മകളുമായി അവർ ഡെന്നീസിന്റെ വീട്ടിലേക്ക് തിരികെ യാത്രയായി.
ഡെന്നീസിന്റെ വീട്ടിലെത്തിയ ശേഷം കുടുംബത്തികളെല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുന്നതിനിടയിലാണ് ഗായത്രിക്ക് ഡെന്നീസിന്റെ ഓഫീസിൽ തന്നെ ഒരു ജോലി നൽകാമെന്ന തീരുമാനം എല്ലാവരും ചേർന്ന് എടുത്തത്. അങ്ങനെ സന്തോഷത്തോടെ അവളോട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ട് ഗായത്രി പെട്ടെന്ന് തലയിറങ്ങി താഴെ വീണു. പരിഭ്രാന്തനായ ഡെന്നീസ് അവളെ വാരിയെടുത്തുടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ അവരെ ആ സന്തോഷ വാർത്ത അറിയിച്ചു. ഗായത്രി അമ്മയാകാൻ പോകുന്നു. ആ വാർത്ത കേട്ട് ആ വീട് മുഴുവൻ വലിയ സന്തോഷത്തിലായി. തുടർന്നുള്ള ഓരോ മാസങ്ങളിലും കുടുംബത്തിലുള്ള എല്ലാവരും അവളെ പൊന്നുപോലെ നോക്കി ശുശ്രൂഷിച്ചു. ഡെന്നീസ് അവളെ താഴത്തും തറയിലും വെക്കാതെ കൊണ്ടു നടന്നു. ഒടുവിൽ കാത്തിരിപ്പിനൊടുവിൽ അവളുടെ 2 സുന്ദരികളായ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. കുഞ്ഞുങ്ങൾക്ക് ഒരേപോലെയുള്ളതും മനോഹരവുമായ റിയോണ എന്നും റിയാന എന്നും അവർ ക്രിസ്ത്യൻ പേരുകൾ നൽകി. പിന്നീട് ആ കുരുന്നുകളുടെ പേരുകൾ ചടങ്ങും വലിയ ആഘോഷമായി തന്നെ അവർ നടത്തി. ആ കൊച്ചു വീട് മുഴുവൻ കുഞ്ഞുങ്ങളുടെ കൊഞ്ചലുകളും ചിരികളും ഗായത്രിയുടെ സംഗീതവും കൊണ്ട് നിറഞ്ഞു. കുഞ്ഞുങ്ങളെ ഉറക്കാൻ അവൾ പാടിയ താരാട്ടുപാട്ട് ഡെന്നി രഹസ്യമായി മൊബൈലിൽ ഒപ്പിയെടുത്തു. ആ ശബ്ദമാധുര്യം ഡെന്നിയുടെ സുഹൃത്തിന്റെ സുഹൃത്തായ ഒരു പ്രമുഖ മ്യൂസിക് ഡയറക്ടറുടെ കൈകളിലെത്തിയതോടെ മലയാള സിനിമ പുതിയൊരു ഗായികയെ കൂടി കണ്ടെത്തി. അന്ന് പടിയടച്ച് പിണ്ണം വെച്ചവരുടെ മുന്നിലേക്ക് ഗായത്രി ഡെന്നീസ് എന്ന പേരിൽ ലോകമറിയപ്പെടുന്ന വലിയൊരു ഗായികയും നർത്തകിയുമായി അവൾ തലയെടുപ്പോടെ തിരികെ നടന്നു കയറി. അവളുടെ എല്ലാ ഉയർച്ചയ്ക്ക് പിന്നിലും കരുത്തായി അവളുടെ പ്രാണനും കൂടെ ഉണ്ടായിരുന്നു. പ്രണയത്തിന്റെയും ഒത്തൊരുമയുടെയും വഴിയിലൂടെ അവർ എന്നേക്കുമായി സന്തോഷത്തോടെ ജീവിച്ചു.